രേണു സുധിയെ വീണ്ടും ചർച്ചകളിൽ നിർത്തുകയാണ് സോഷ്യൽ മീഡിയ. ബിഗ് ബോസ് മലയാളം വഴി പ്രേക്ഷകർക്ക് സുപരിചിതയായ രേണു, ഭർത്താവും മിനിസ്ക്രീൻ താരവുമായ കൊല്ലം സുധിയുടെ മരണത്തിനുശേഷം മ്യൂസിക് ആൽബങ്ങളും മറ്റു പരിപാടികളുമിലൂടെ സജീവമായിരുന്നു. അടുത്തിടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ രേണു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്. ഇതോടെയാണ് വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ യൂട്യൂബർ സായി കൃഷ്ണ നടത്തിയ പരാമർശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സബ്സ്ക്രിപ്ഷൻ വഴി രേണു ഇതിനോടകം നല്ല വരുമാനം നേടിയിട്ടുണ്ടാകാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. 1119 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ രേണു സുധിക്കായി കഴിഞ്ഞു. ഒരാളിൽ നിന്നും 199 രൂപയാണ് സബ്സ്ക്രിപ്ഷനായി ഈടാക്കുന്നത്. രേണുവിന് ഇതിനകം ഏകദേശം 2.5 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞു. രേണു തന്റെ സബ്സ്ക്രൈബർമാർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത എക്സ്ക്ലൂസീവ് കണ്ടന്റുകളിൽ പലതും ചിലർ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തുവിട്ടിരുന്നു. രേണു എന്തിനാണ് എക്സ്ക്ലൂസീവ് കണ്ടന്റുകളുടെ സബ്സ്ക്രിപ്ഷനുകൾ ആരംഭിച്ചത് എന്നതിനെക്കുറിച്ചും ഒരു ചർച്ച നടക്കുന്നുണ്ട്. അവർ എന്തെങ്കിലും കാണിക്കട്ടെ, അത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ രേണു കാരണം കേരളത്തിന്റെ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ആണ് വിമർശകർ പറയുന്നത്. ഇത്രയും കാലം വ്യൂവേഴ്സിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ രേണു സബ്സ്ക്രിപ്ഷനുകൾ ആരംഭിച്ച് അവിടെയും കാണിക്കുന്നു, അത്രമാത്രം, സായി കൃഷ്ണ പറയുന്നു. അദ്ദേഹം തുടർന്നും വിമർശനങ്ങളും പിന്തുണയും ഒരുപോലെ രേണുവിന് ഗുണകരമായി തീർന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. വിമർശിക്കുന്നവരുടെയും പിന്തുണയ്ക്കുന്നവരുടെയും ക്യൂരിയോസിറ്റിയാണ് രേണു കാശാക്കി മാറ്റുന്നത്. അതിൽ വിജയിക്കുകയും ചെയ്തു. കാണിക്കുന്നത് കാണിച്ചിട്ട് പോട്ടെ. പറയുംതോറും രേണു കൂടുതൽ കാണിക്കും. പറയാതിരുന്നാൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ചോർത്തിയതിന് രേണു കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടിരുന്നു. ഇവിടെ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ പോലും ചോരുന്നു. അപ്പോഴാണ് രേണുവിന്റെ കണ്ടന്റ് ചോർച്ചയും കേസും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുന്നതിനും ഫാഷനുകൾ, ഭക്ഷണം, വിവരങ്ങൾ, സാങ്കേതികവിദ്യ തുടങ്ങിയ എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള അവസരമായാണ് മെറ്റ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ അവതരിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം സബ്സ്ക്രിപ്ഷൻ ഉപയോഗത്തിന്റെ രീതിയെക്കുറിച്ചും അദ്ദേഹം വിമർശനം ഉയർത്തി. പക്ഷേ കേരളത്തിൽ ഈ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് ക്ലീവേജും നേവലും കാണിക്കാനും മുൻഭാഗവും പിറകും ഇരുന്നും കിടന്നും തള്ളിയുമൊക്കെ കാണിച്ചുകൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കുൽസിതത്തിന് ഉപയോഗിക്കുമെന്ന് മെറ്റ പോലും വിചാരിച്ചു കാണില്ല. പാട്ട് പാടാനുള്ള കഴിവുള്ളയാളാണ് രേണു. പക്ഷേ അവർ തെരഞ്ഞെടുത്ത മാർഗം നേവലും ക്ലീവേജും കാണിക്കാം എന്നതാണ്. അത് കാണാൻ ആളുകൾ കാശ് മുടക്കി കയറുന്നുമുണ്ട്. രേണുവിന് ആദ്യമായിട്ടല്ലല്ലോ വിമർശനം കേൾക്കുന്നത്. ക്രിറ്റിസിസം വരുമ്പോൾ രേണു കൂടുതലായി കാണിക്കും. പിന്നെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നവരോട് ദേവദാസി സംസ്കാരം നിലനിന്നിരുന്ന നാടാണ് കേരളം. രേണുവിന് കാശാണ് വേണ്ടത്. അതിനുള്ള തത്രപ്പാടിനിടയിൽ എല്ലാ വഴികളും അവർ സ്വീകരിക്കും എന്നും സായ് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിലുള്ള കണ്ടന്റ് പുതിയ വഴികൾ തുറക്കുന്ന സമയത്ത് അതിന്റെ ഉപയോഗവും പരിധികളും ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ ചർച്ചകൾ കൂടുതൽ ശക്തമാകുകയാണ്.